അപ്പോൾ ഗൈസ് വെൽക്കം ടു ബാങ്കോക്ക്. നമ്മൾ ബാങ്കോക്കിലാണ് ഉള്ളത്. എനിക്ക് ആക്ച്വലി 1 ഡേ ലേ ഓവർ ഉണ്ട് ഇവിടെ. അപ്പോൾ 1 ഡേ കൊണ്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാമോ അതെല്ലാം ചെയ്യാം. ഇവിടെ ജസ്റ്റ് ചെയ്യാൻ വന്നിറങ്ങി ഭയങ്കര ഈസി എമിഗ്രേഷനാണ്. പ്രത്യേകിച്ച് ഈ എനിക്ക് തോന്നുന്നു US കാനഡിയൻ പാസ്പോർട്ടൊക്കെ ഉള്ളവർക്ക് ഒന്നുമില്ല, പ്രത്യേകം ഒന്നും ചെയ്യാനില്ല. അവർ റിട്ടേൺ ടിക്കറ്റോ ഹോട്ടൽ ബുക്കിങ്ങോ ഒന്നുമില്ല. പക്ഷേ ഇന്ത്യൻ പാസ്പോർട്ടിന് വരുന്നവർക്ക് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഫ്രീ ഇതുണ്ട്, വീസ ഉണ്ട്. പക്ഷേങ്കിൽ ഹോട്ടൽ ബുക്കിങ്ങും റിട്ടേൺ ടിക്കറ്റും മസ്റ്റാണ്. പിന്നെ അവർക്ക് എന്തോ സർട്ടൻ എമൗണ്ട് ഓഫ് മണി അവരുടെ അക്കൗണ്ടിൽ കാണിക്കും, അങ്ങനെ എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ട്. അതില്ലെങ്കിൽ അവർ അവിടുന്ന് കയറ്റി വിടത്തില്ല. അവിടുന്ന് എന്തൊക്കെ കുറേ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ബാഗിന് വെയിറ്റിംഗ് ആണ്. ഇവിടെ വന്ന് ഫസ്റ്റ് തിങ് ഞാൻ ഒരു സിം എടുത്തു. അതിന് വലിയ പൈസയൊന്നുമില്ല, പക്ഷേ അൺലിമിറ്റഡ് 500 ബാത്ത് എങ്ങാണ്ടാണ്. അത് നമ്മുടെ ഒരു $30 വരുന്നുള്ളൂ. അൺലിമിറ്റഡാണ് ഡേറ്റ. അപ്പോൾ അതെടുത്തു. അപ്പോൾ അതിന് അവിടെ ക്യാഷ് കൊടുക്കണം. ഞാൻ അവിടെ നിന്നാണ് ഇതുകൊണ്ട് ആ കാണുന്ന ടൂറിസ്റ്റ് സിം അവൈലബിൾ ഹിയർ എന്ന് എഴുതിയിരിക്കുന്ന അവിടെ നിന്നാണ് ഞാൻ സിം എടുത്തത്. അവർക്ക് ക്യാഷ് വേണമായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടുന്ന് ഒരു $50 ചേഞ്ച് ചെയ്തു. ഇവിടുന്ന് എയർപോർട്ടിനകത്തുനിന്ന് ചേഞ്ച് ചെയ്യാതിരിക്കുന്നത് നല്ലത്. ബട്ട് സ്റ്റിൽ നമുക്ക് അന്നേരം ആവശ്യം വേണ്ടി ഞാനങ്ങ് ചേഞ്ച് ചെയ്തതേ ഉള്ളൂ. അധികം ചേഞ്ച് ചെയ്യില്ല, ജസ്റ്റ് $30 ചേഞ്ച് ചെയ്യുള്ളൂ. ഇനി ബാക്കി നമുക്ക് വെളിയിറങ്ങിയിട്ട് വേണം ചെയ്യാം. അപ്പോൾ ഞാൻ ഇവിടെ ഒരു ഹോട്ടൽ എടുത്തിട്ടുണ്ട്. ഹോട്ടലൊക്കെ ചീപ്പാണ് ഇപ്പോൾ. അത് ഇപ്പോഴെന്നല്ല, എനിക്ക് തോന്നുന്നു പൊതുവേ ചീപ്പാണ്. പിന്നെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു എർത്ത് ക്വേക്കും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ട് അത്യാവശ്യം നല്ല ചീപ്പാണ്. അപ്പോൾ എനിക്ക് വളരെ നല്ല ഡീലിലൊരു ഹോട്ടൽ കിട്ടിയത്. അപ്പോൾ ഇവിടെ എയർപോർട്ടിന് അടുത്ത് തന്നെയുള്ളൊരു ഹോട്ടലെടുത്ത് അവിടെ പോയി ഒന്ന് സെറ്റ് ആകണം. ചെക്കിൻ 2 മണിക്കേ ഉള്ളൂ. നോക്കാം, നമുക്ക് അവിടെ ചെന്ന് ഏർലി ചെക്കിൻ ഒക്കെ ഒന്നില്ലെങ്കിൽ നമുക്ക് ബാഗ് ഡ്രോപ്പ് ഓഫ് ചെയ്തിട്ട് നമുക്ക് പോകാം. കഴിച്ച് നമ്മൾ നിൽക്കുന്നില്ല. 1 ഡേ ഇവിടെ എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ നമ്മൾ ചെയ്യും. അപ്പോൾ നമ്മുടെ ബാഗ് ഇതുവരെ വന്നിട്ടില്ല, സ്റ്റിൽ വെയിറ്റിംഗ്. അപ്പോൾ ഗൈസ് ഇവിടെ എല്ലാം ഡയറക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. റെൻ്റ് കാർ വേണമെങ്കിൽ അതുണ്ട്, അല്ലെങ്കിൽ പബ്ലിക് ട്രാൻസ്പോർട്ട് എടുക്കാം. അല്ലെങ്കിൽ ഏറ്റവും നല്ലൊരു കൺവീനിയൻ്റ് ആയിട്ടുള്ള സംഭവം എന്താണെന്ന് വെച്ചാൽ ഗ്രാബ് എന്ന് പറഞ്ഞിട്ടൊരു ആപ്പുണ്ട്, നമ്മുടെ ഊബർ പോലൊക്കെ. അതാണ് ഇവിടുത്തെ മെയിൻ. ഗ്രാബിനകത്ത് ഞാൻ നോക്കിയപ്പോൾ എൻ്റെ ഹോട്ടൽ ഇവിടെ അടുത്ത് തന്നെ, പക്ഷേങ്കിൽ ചീപ്പാണ്. ബട്ട് സ്റ്റിൽ ഞാൻ ജസ്റ്റ് ചുമ്മാ എയർപോർട്ടിൽ ഒന്ന് വിളിച്ച് വെച്ചപ്പോൾ അവരെന്നോട് പറഞ്ഞു അവരുടെ എയർപോർട്ട് സ്റ്റാഫ് ഷട്ടിലുണ്ട്, സ്റ്റാഫ് ഇവിടെ എപ്പോഴും ഉണ്ട്. അപ്പോൾ ആ ഷട്ടിലേക്ക് കയറി അങ്ങ് പോകാൻ പറഞ്ഞത്. അപ്പോൾ അവിടെ ചെന്ന് നോക്കാം ഒരു ഏർലി ചെക്കിൻ തരുമോയെന്ന്. തരാൻ ചാൻസ് ഉണ്ട്, ബിക്കോസ് അവിടെ റൂം അവൈലബിൾ ആണെങ്കിൽ തരുമായിരിക്കും. ഏതായാലും നമുക്ക് പോയി നോക്കാം. ഞാൻ ആദ്യം ആ എയർപോർട്ടിൻ്റെ ആളുകളെ ആ ഹോട്ടലിൻ്റെ ആളുകളെ ഒന്ന് കണ്ടുപിടിക്കട്ടെ. പിടിച്ചിട്ട് അവിടെ നിന്ന് ഷട്ടിലെടുത്ത് നമുക്ക് പോകാം. അതാകുമ്പോൾ പ്രത്യേകിച്ച് ചിലവൊന്നുമില്ല. അപ്പോൾ ഗൈസ് എയർപോർട്ട് ബുക്കിംഗ് ഉണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ല. അതുകൊണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാ എയർപോർട്ടിൻ്റെ ഷട്ടിൽസ് ഇവരിങ്ങനെ പേരെഴുതി വെച്ചേക്കും. അപ്പോൾ അവിടെ അവരുടെ ആളുകൾ കാണും. ജസ്റ്റ് അവരെ ഒന്ന് മീറ്റ് ചെയ്താൽ മതി. വന്ന് മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ അന്നേരം തന്നെ റൈഡ് സെറ്റാക്കി തരും. അപ്പോൾ തന്നെ എൻ്റെ റൈഡ് സെറ്റായിട്ടുണ്ട്. അങ്ങനെ കഴിച്ച് എൻ്റെ റൈഡൊക്കെ സെറ്റായിട്ടുണ്ട്. ആളവിടെ ഉണ്ട്. ഇനിയും എനിക്ക് തോന്നുന്നു ഒരു ബസ്സോ വല്ലതും ആയിരിക്കും. അപ്പോൾ 2-3 പേര് 3-4-5 പേര് മിനിമം ആയിട്ട് പോകാൻ വേണ്ടിയായിരിക്കും എന്നോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഏതായാലും അത് വലിയ കാര്യമായി. അല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല, ഗ്രാബ് എടുത്ത് പോയാൽ മതി. ഗ്രാബിന് എനിക്ക് കാണിച്ചത് 100 തായ് ബാത്താണ്. അത് ചെറിയ പൈസയേ ഉള്ളൂ. പക്ഷേ വേണ്ട, നമുക്ക് ഇങ്ങനൊരു ഓപ്ഷൻ ഉള്ളപ്പോൾ നമുക്കിത് യൂസ് ചെയ്യാം. ഇനി അവിടെ ചെന്നിട്ട് വേണം. ഞാൻ ജസ്റ്റ് വിളിച്ച് ചോദിച്ചു, അപ്പോഴാണ് അവർ പറഞ്ഞത്. ഇപ്പോൾ ഹോട്ടൽ ബുക്കിംഗ് ഒക്കെ ഉള്ളവർ ജസ്റ്റ് ഒന്ന് വിളിച്ച് ചോദിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ അവർ പറഞ്ഞു ഇതുപോലെ ഡ്രൈവറിനെ കണ്ടുപിടിച്ച് വന്നാൽ മതി. അപ്പോൾ ചിലപ്പോൾ ഏർലി ചെക്കിൻ തരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എന്താ. വലത്ത് കാല് വെച്ച് ഞാൻ ബാങ്കോക്കിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഫസ്റ്റ് ടൈം ഇൻ ബാങ്കോക്ക്. നമ്മുടെ സാരഥിയെ ഫ്രണ്ടിൽ പോകുന്നത്. പുള്ളി നമ്മുടെ ഹോട്ടലിൻ്റെ ആളാണ്. അപ്പോൾ പുള്ളിയിലൂടെ അങ്ങ് പോയാൽ മതി. ഇനി ഹോട്ടലിൽ ചെന്ന് നേരത്തെ ചെക്കിൻ ചെയ്യാനും കൂടെ പറ്റിക്കഴിഞ്ഞാൽ സെറ്റ്. അവിടെ ചെന്ന് നേരത്തെ ചെക്കിൻ ചെയ്ത് നമുക്ക് നമ്മുടെ സാധനങ്ങളൊക്കെ വെച്ചിട്ട് അങ്ങ് ഇറങ്ങുകയാണ് കേസ്. ഒരു 1 ഡേ എന്തൊക്കെ ചെയ്യാമോ അതെല്ലാം ചെയ്യാം. എനിക്ക് നാളെ രാവിലെ 6 മണിക്ക് 7 മണിക്കാണ് ഇവിടുന്ന് വാൻകൂവർ ഫ്ലൈറ്റ്. അത് ക്യാച്ച് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അല്ലെങ്കിൽ നമുക്ക് വേറെ ഓൾട്ടർനേറ്റീവ് പിടിക്കുക, അല്ല എത്രയേ ഉള്ളൂ. ഇതൊക്കെ നമ്മൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ അത് നടക്കത്തില്ല. ഇങ്ങനെയുള്ള അൺപ്ലാൻ ട്രിപ്സാണ് എനിക്കും ഇഷ്ടം. കേസ് നമ്മുടെ ഡ്രൈവർ ചേട്ടൻ നമ്മളെയും കൊണ്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ബാങ്കോക്ക് എയർപോർട്ടാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ അടുത്ത് തന്നെ നമ്മുടെ എയർപോർട്ട്, വലിയ ദൂരമൊന്നുമില്ല. ഡ്രൈവർ സ്പാൾബർ. എനിക്ക് മാത്രമായിട്ടൊരു വണ്ടി. റൂമിൽ വന്നു. സെറ്റ് റൂം, വലിയ ലക്ഷറി റൂമൊന്നുമല്ല, ഒരു സാധാരണ റൂം. ചെറിയൊരു വാഷ്റൂമുണ്ട് എല്ലാം. പക്ഷേ വളരെ നല്ല നീറ്റാണ്. ഇവിടെ ഒരു ക്ലോസറ്റ് ഉണ്ട്, നമ്മുടെ സ്റ്റോറേജൊക്കെ വെക്കാൻ വേണ്ടി. ഇവിടെ ലോക്കറുണ്ട്, TV ഉണ്ട്, ബാൽക്കണി നമുക്ക് ആക്സസ് ചെയ്യാം. പക്ഷേ അതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല. പിന്നെ വ്യൂ ഒന്നുമില്ല. നല്ല ബെഡ്,
എനിവേസ് ഇത് നമ്മൾ വലിയ പൈസ ഒന്നും കൊടുത്തെടുത്തതല്ല. പിന്നെ പക്ഷേ ഏർലി ചെക്കിന് അവരുടെ 200 ബാത്ത് മേടിച്ചത്, ചെറിയ പൈസയേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് ഒന്ന് സെറ്റായിട്ട് അങ്ങ് ഇറങ്ങാമല്ലോ. അല്ലെങ്കിൽ പിന്നെ വെറുതെ പെട്ടി വെച്ചിട്ട് നമുക്കൊന്ന് ഫ്രഷ് ആകാനൊക്കത്തില്ല. പിന്നെ നമുക്ക് പിന്നെ 12 o'clock വന്നിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യേണ്ടി വരും. അപ്പോൾ ഞാനൊന്ന് സെറ്റാകട്ടെ ഗൈസ്. നമ്മൾ ബാങ്കോക്കിൽ ഇറങ്ങി റൂമിൽ കയറി ഫ്രഷായി. ഇനി നമുക്ക് നേരെ ഞാൻ ആദ്യം പോകുന്ന സഫാരി വേൾഡിൽ. എനിക്ക് ഒറ്റ ദിവസമേ ഉള്ളൂ, ഒരു ദിവസം കൊണ്ട് മാക്സിമം എല്ലാം കവർ ചെയ്യണം. ഞാനിപ്പോൾ ഗ്രാബിൽ നിന്നൊരു ടാക്സി പറഞ്ഞിട്ടുണ്ട്. ഗ്രാബ് ആപ്പാണ് ഇവിടെ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. അത്യാവശ്യം നല്ല ചീപ്പായിട്ടുള്ള ഇതാണ്. അപ്പോൾ വണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേസ്. അത് വന്നു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ സഫാരി വേൾഡിൽ പോകുന്നു മറിയുന്നു. നമ്മുടെ വണ്ടിയാണ് കേസ് ജിൽ. ബാക്ക് Safari World, yeah. രാവിലെ ഒന്ന് ആക്റ്റീവായി വരുന്നേ ഉള്ളൂ കേസ്. എല്ലാം അടിപൊളിയാണ്. പക്ഷേ ഇവിടെ അങ്ങും ഇങ്ങനെയൊക്കെ സ്ട്രീറ്റ് ഫുഡും കാര്യങ്ങളൊക്കെ കാണാം. പക്ഷെ നമുക്ക് ഒരു മെയിൻ ഏരിയ പോയി സ്ട്രീറ്റ് ഫുഡൊക്കെ കഴിക്കാം. അത് വൈകിട്ട് നമുക്ക് പോകാം. അപ്പോൾ ആദ്യം നമുക്ക് സഫാരി വേൾഡിലോട്ട് പോകാം. നമ്മൾ ഡ്രൈവർ ചേട്ടൻ പൊളിയാണ് കേസ്, എന്നോട് കുറേ സംസാരിച്ചു. പിന്നെ പുള്ളി പറയുന്നത് ഞാൻ പറയുന്നത് പുള്ളിക്ക് മനസ്സിലാകാത്തതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ എനിക്ക് ഫൈനലി എനിക്കൊരു ബുദ്ധി തോന്നി കേസ്. ഞാൻ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ എടുത്ത് പുള്ളിയോട് സംസാരിച്ചു. പിന്നെ അതൊരു വലിയ ടാസ്ക്കാണ്. ഞാൻ അങ്ങോട്ട് ഇംഗ്ലീഷിൽ പറയണം, അത് ട്രാൻസ്ലേറ്റ് ആയി അവരുടെ ഭാഷ തരണം. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നിൽക്കുന്നത് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇവർ ഭയങ്കര ഹെൽപ്പാണ്. പക്ഷേ എനിക്ക് വൻ അടി കിട്ടി കേസ്. എന്താണെന്നറിയാം, ഞാൻ ഫസ്റ്റ് ഗ്രാബ് ബുക്ക് ചെയ്തപ്പോൾ ആൾ എന്നോട് വന്നിട്ട് നമുക്ക് ഈ ഗ്രാബിനകത്ത് തന്നെ ചാറ്റ് ചെയ്യാമല്ലോ. അപ്പോൾ പുള്ളി എന്നോട് ചോദിച്ചു സഫാരി വേൾഡ് ടിക്കറ്റ് എടുത്തോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ലെന്ന് പറഞ്ഞു. ചാറ്റ് ചെയ്തത്. അപ്പോൾ എന്നോട് ഞാൻ നിന്നെ ഷോപ്പിങ്ങിന് കൊണ്ടുപോയി. ഞാൻ നോ ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ് എന്ന് ഞാൻ മെസ്സേജ് അയച്ചു. അപ്പോൾ പുള്ളി ആ റൈഡ് ക്യാൻസൽ ചെയ്തു. എനിക്ക് തോന്നുന്നു അതിനകത്തൊക്കെ ഇവർക്ക് കമ്മീഷനും കാര്യങ്ങളൊക്കെ കാണും. അതുകൊണ്ട് അവിടെ ഒരു ടെമ്പിൾ കാണാൻ കഴിച്ചു. ഇവിടെ പിന്നെ അങ്ങും ഇങ്ങനെയൊക്കെ നിരത്തി പിടിച്ച ടെമ്പിളുണ്ട്. ഇത് നമ്മുടെ എയർപോർട്ട് സൈഡാണ്. പ്രശസ്തമായ സഫാരി പാർക്കിൽ വന്നു. ഞാൻ ഓൾറെഡി ടിക്കറ്റ് ഇപ്പോൾ മേടിച്ചു ഇവിടെ വന്നിട്ട്. ചിലപ്പോൾ ഓൺലൈനിലൊക്കെ മേടിക്കുമ്പോൾ ഒരു 200 ബാത്തിൻ്റെ ഒക്കെ ഡിഫറൻസ് വരുമായിരിക്കും. ഞാനായാലും ഇവിടെ വന്നാണ് മേടിച്ചത്. എനിക്ക് അതിനെപ്പറ്റി വലിയ ഐഡിയ ഇല്ലാഞ്ഞുണ്ട്. പിന്നെ ഇവിടെ അല്ലാതൊരു സഫാരി ടൂറുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈൽഡ് ആനിമൽസിൻ്റെ ഇടയ്ക്കൂടെ നമ്മൾ ബസ്സിൽ കൂടെ കൊണ്ടുപോയി അങ്ങനത്തെ സെറ്റപ്പൊക്കെ. അത് ഞാൻ ആക്ച്വലി ടൊറൻറ്റോയിൽ അങ്ങനെ ഒരു സെറ്റപ്പ് ചെയ്തതാണ്. ആഫ്രിക്കൻ സഫാരി എന്ന് പറഞ്ഞിട്ടൊരു സംഭവം. അതുകൊണ്ട് ഞാൻ അത് ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ മെറൈൻ പാർക്ക് എന്ന് പറയുന്നതാണ്. നമുക്കിങ്ങനെ നടന്ന് അതിനകത്ത് ആക്ടിവിറ്റീസും ലൈക്ക് ഡോൾഫിൻ ഷോസും അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പോൾ ഇത് ഇവിടെ വരുമ്പോൾ തന്നെ ഇവിടെ ബുദ്ധ പ്രതിമകളൊക്കെ വെച്ചിട്ടുണ്ട്. സഫാരി വേൾഡ് എന്ന് വലുതായിട്ടൊക്കെ എഴുതി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ വരുമ്പോൾ തന്നെ ഒരു സെറ്റാക്കി എല്ലാം വെച്ചേക്കുന്നില്ല. ലൈക്ക് ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണല്ലോ. അത്യാവശ്യം നല്ല ആളുമുണ്ട്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ടിക്കറ്റ് കാണിച്ച് നമ്മുടെ ബാഗ്സൊക്കെ ഇവർ സെർച്ച് ചെയ്തിട്ട് നമ്മളെ കയറ്റത്തുള്ളൂ. അപ്പോൾ അതാദ്യം നമുക്ക് സെറ്റാക്കാം. ഇതിനെയൊക്കെ നമ്മൾ ഫീഡ് ചെയ്യണമെങ്കിൽ നമ്മളിവിടെ അതിനെ ഫീഡിങ്ങിനുള്ള അത് നമ്മൾ മേടിക്കണം. 100 ബാത്താണ് അത്. എനിക്കിതിനെക്കാട്ടിലൊക്കെ മെയിനായിട്ട് വേണ്ട ഒറാങ്കുട്ടൻ്റെ കൂടെ ഫോട്ടോ എടുക്കാനാണ് കേസ്. അതിനാണ് ഞാൻ വെയിറ്റിംഗ്. അപ്പോൾ ഇതിപ്പോൾ ജസ്റ്റ് തുടങ്ങിയതല്ലേ ഉള്ളൂ. ഇപ്പോൾ ഒരുപാട് സംഭവങ്ങൾ കാണും. അപ്പോൾ നമ്മൾ ആദ്യമേ കയറി ഒന്നിനകത്തോട്ട് വീഴണ്ട. ജസ്റ്റ് ഇങ്ങനെ എല്ലാം കണ്ട് പോകാം ആദ്യം. ഇതാ കിടക്കുന്ന കേസ് നമ്മുടെ ക്രോക്കഡൈൽ, നമ്മുടെ മുതലക്കുട്ടന്മാർ. ഇന്ന് വൈകിട്ട് മിക്കവാറും ക്രോക്കഡൈൽ മീറ്റായിരിക്കും. ഉച്ചയ്ക്ക് ഞാൻ വിചാരിച്ച് പാറ്റായോ പഴുതാരയോ എല്ലാം കഴിക്കാം. പിന്നെ ഇവിടെ ഫുഡിന് വലിയ പ്രശ്നമില്ല കേസ്. നമുക്ക് എന്തെങ്കിലുമൊക്കെ പാറ്റയോ പഴുതാരയോ പുഴു ഉറുമ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കാം. പിന്നെ എനിക്ക് ഇച്ചിരി ലാവിഷ് ആക്കണമെന്നുണ്ടെങ്കിൽ ക്രോക്കഡൈലാക്കണം. ഇവിടെ അങ്ങ് ഇങ്ങനെയൊക്കെ കിടപ്പുണ്ടായിരിക്കും, നമുക്കറിയത്തില്ല. ഒരു കാലൊക്കെ ഒന്ന് മാറ്റി വെച്ചേക്കാം. ഇതാ നിൽക്കുന്നത് ഇതോടെ ഒറാങ്കുട്ടൻ. ഇതിൻ്റെ സെറ്റപ്പൊക്കെ നോക്കട്ടെ. ഒറാങ്കുട്ടൻ്റെ കൂടെ ഫോട്ടോ എടുക്കാൻ ഇവിടെ കുറേ പേരുണ്ട്. അതായത് പിള്ളേർക്ക് മാത്രമുള്ളതാണ്, അല്ല നമുക്ക് കൊടുക്കാമെന്ന് തോന്നുന്നു.
ഇത് അത്യാവശ്യം എക്സ്പെൻസീവ് ആണെന്ന് തോന്നുന്നു. വൈവ് ഇതൊരു 700 ബാത്ത് എങ്ങാണ്ട് അവർ പറയുന്നത്. ആ കുരങ്ങൻ എന്നെ തന്നെ നോക്കുന്നില്ല കേസ്. പള്ളിയാവൂ. സെറ്റ് ഓക്കെ 700 ബാത്താണ്. ഞാൻ ഏതായാലും എടുക്കുന്നുണ്ട് പിക്ചർ. ഒന്ന് കറങ്ങി അടിച്ചിട്ട് വരാം. പിന്നെ ഇവിടെ ഇങ്ങനെ ഒരുപാട് അട്രാക്ഷൻസ് ഉണ്ട്. ഈ ഒറാങ്കുട്ടൻ ഇവിടുത്തെ വൈറൽ സ്റ്റഫ് അറിയാമല്ലോ. നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ പ്ലീസ് പർച്ചേസ് കൂപ്പൺ ടിക്കറ്റ് ബൂത്ത് ബിഫോർ ക്യൂയിങ്. ഓക്കെ, നേരത്തെ ടിക്കറ്റൊക്കെ നമ്മൾ എടുക്കണം. ഇതൊക്കെ നമ്മുടെ മണ്ടയ്ക്കൊക്കെ വെച്ച് നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാം. ഇതെന്താ ഈഗിളാണ് തോന്നുന്നു. അതെ, ഈഗിൾ. ഇതൊരു അക്വേറിയമാണ് കേസ്. ബട്ട് കണ്ടില്ലേ, ഇത് മേളിലൊരു റിവർ പോലത്തെ സെറ്റപ്പാണ്. താഴെ നമുക്ക് വന്നു കഴിഞ്ഞാൽ ഗ്ലാസ് ഒക്കെ ഇട്ട് നല്ല സെറ്റാക്കി പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അടിപൊളി ഫിഷ് മാത്രമേ ഉള്ളെന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷെ കണ്ടില്ലേ, എല്ലാം നല്ല വെള്ളമൊക്കെ ഉണ്ട്. ഇതിനകത്ത് ചെറിയ ഫിഷൊക്കെ ഇതിൻ്റെ താഴെയുണ്ട്. വെള്ളമൊക്കെ നല്ലോണം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ലൈക്ക് അതിനകത്തൊരു ഗാർബേജോ ഒന്നുമില്ല. പിന്നെ ഇതിന് ഇടയ്ക്കിടയ്ക്ക് സ്നാക്ക് ബോയ്സും ലൈക്ക് ഡ്രിങ്ക്സും ഒക്കെ സെല്ല് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. കണ്ടില്ല, ഇവിടെ റാഫിൾസ് ഒക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ബബിൾ ടീ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഫേമസ് ആണല്ലോ. ട്രൈ ചെയ്യാം കുറച്ച് കഴിഞ്ഞിട്ട്. എലിഫൻറ്റ് ഷോ, സ്കൈ വാർ ഷോ, അങ്ങനെ പല സംഭവങ്ങളുണ്ട്. നമുക്ക് അതിൽ അകത്തോട്ട് പോകാം. അകത്ത് സെറ്റായിരിക്കും ഗൈസ്. ഇത് മൊത്തം ബേർഡ്സിൻ്റെയൊക്കെ ഒരു ഷോയാണ്. നമുക്ക് കുറച്ച് കഴിഞ്ഞ് വന്നതാണ്. എനിക്ക് എലിഫൻസിനെയൊക്കെയാണ് നമുക്ക് ബേർഡ്സിനെയൊക്കെ നമുക്കിത് ട്രാക്ക് ചെയ്യാൻ ഇച്ചിരി വിഷമം. എവിടെ ഇത് നിൽക്കുന്നതെന്നൊക്കെ കാണാൻ. ഇത് ജംഗിൾ വാക്കാണ് ഗേസ്. അപ്പോൾ വൈൽഡ് ആനിമൽസ് ആയിരിക്കും. ഇതൊരു വ്യത്യസ്തമായ ഫുഡാണ് ഗേസ്. ടൈഗർ മീറ്റ് കൊണ്ടുണ്ടാക്കിയ ബർഗർ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ. അങ്ങനെ പലതും കാണും. ഒറാങ്കുട്ടൻ്റെ മീറ്റ്, അങ്ങനെ പല ഐറ്റംസും. വാവ്, ബേർഡ്സ് ആണ് തോന്നുന്നു ഈ സൈഡിൽ. ഇവിടെ പുതിയൊരു ഐറ്റം വരുന്നുണ്ട് ഗൈസ്. ലയൺ ഫീഡിങ് ആയിട്ടില്ല, സെറ്റായി വരുന്നതേ ഉള്ളൂ. ഇതിൻ്റെ കീഴിലൊക്കെ നിന്ന് കഴിഞ്ഞ് പറിച്ചു. ഇതിനകത്ത് എനിക്ക് ജിറാഫിനെ ഫീഡ് ചെയ്യുന്നൊക്കെ സംഭവമാണ്. ഓക്കെ ഗൈസ്, അടുത്ത എലിഫൻറ്റ് ഷോ ആണ്. നമുക്ക് നോക്കാം. ഞാൻ ആക്ച്വലി ഇതുവരെ ഒരു ആക്ടിവിറ്റി എടുത്തില്ല, പിക്ചർ എടുക്കാനും നിന്നില്ല. ബിക്കോസ് നമ്മൾ ആദ്യമേ കയറി എല്ലാം കൂടെ ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഇനി ഉള്ളതെന്ന് നമുക്കറിയത്തില്ല. അപ്പോൾ എനിക്ക് കുറച്ച് സെലക്റ്റഡ് സംഭവങ്ങൾ മാത്രം ചെയ്താൽ മതി. അല്ല എല്ലാം കൂടെ ഇപ്പോൾ നമുക്ക് ചെയ്യാനൊക്കത്തില്ലല്ലോ. ഇതൊക്കെ ബേർഡ്സിൻ്റെ സൈഡാണ്. അപ്പോൾ ഇതൊന്നും ബേർഡാണെന്ന് പറയത്തില്ല. വേറെ ഇതിനകത്ത് നടക്കുന്ന ഒരു ഫോറസ്റ്റിലൊക്കെ നടക്കുന്നൊരു ഫീലാണ്. ബിക്കോസ് വൈൽഡ് ആനിമൽസിൻ്റെ സൗണ്ടും കിളികളുടെ നാദവും, പിന്നെ അഫ്കോഴ്സ് ഇതെല്ലാം നാച്ചുറലായിട്ടുള്ള ട്രീസും കാര്യങ്ങളൊക്കെ അല്ല, ചുമ്മാതെ പ്ലാസ്റ്റിക് ഒന്നും. അവിടെ എലിഫൻറ്റ് ഷോ നടക്കുവാണ് ഗൈസ്. അവിടെയൊക്കെ അന്യ ആളാണ്. ഞാൻ നോക്കട്ടെ അതിന് എത്ര ആണ്. എലിഫൻറ്റ് ഷോ ഒക്കെ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല പരിപാടിയായിരിക്കും. അവിടെ നല്ല ആളായിട്ട്. പക്ഷെ അവിടെ കിട്ടുവാണെങ്കിൽ നമുക്ക് ഫ്രണ്ടിൽ ചെന്നിരിക്കാൻ പറ്റണം. എലിഫൻറ്റ് ഷോ കാണുന്നതിന് കേസ് നമ്മൾ
ക്യാഷ് ഒന്നും പേ ചെയ്യേണ്ട, അത് നമ്മുടെ ആ ടിക്കറ്റിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. പിന്നെ അതിൻ്റെ ഫ്രണ്ടിലൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ എലിഫൻറ്റിനെ ഫീഡ് ചെയ്യുകയും അവർ നമ്മൾ സ്റ്റേജിലോട്ട് വിളിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ നമ്മൾ ടിപ്പ് കൊടുക്കണം. പക്ഷേ എനിക്ക് ഫ്രണ്ടിൽ ഇരിക്കാനുള്ള ചാൻസ് കിട്ടിയില്ല, നമ്മൾ ഏറ്റവും ബാക്കിലായിരുന്നു. എനിക്ക് തോന്നുന്നു എല്ലാ 1 hourലുമാണ് ഈ എലിഫൻറ്റ് ഷോ, ഡോൾഫിൻ ഷോ ഒക്കെ നടക്കുന്നത്. പക്ഷെ അവിടെയൊക്കെ നല്ല ആളായിരിക്കും. പിന്നെ ബാക്കിയുള്ള മതി. ജിറാഫിൻ്റെ അടിപൊളി സംഭവമാണ്, പക്ഷേ എനിക്ക് അതിന് 1500 ബാത്താണ്. നോക്കാം. എനിക്ക് ആക്ച്വലി ഒറൈൻകോട്ടൻ്റെകൂടാണ് ഫോട്ടോ എടുക്കേണ്ടത്, നമുക്ക് അങ്ങോട്ടിയല്ല. ടോട്ടോയ്സ് ഗൈസ്. എൻ്റെ കേസിൽ ബേബി ടൈഗറിനെ ഫീഡ് ചെയ്യുന്ന സംഭവം. ഏകദേശം ഇച്ചിരിയേ ഉള്ളൂ, പൂച്ചയുടെ അത്രയേ ഉള്ളൂ. എന്തായാലും ടൈഗറാണ്. Okay, now sit, lock, down, good, good job. Okay, stand. Right on, up, good. Okay. സംഭവം പൊളിയായിരുന്നു. ഇതിൻ്റെ ഇവിടെ ഈ ചൂട് ഇതല്ലേ, വെള്ളം തെറിപ്പിക്കുക ഇവിടെ, വെള്ളം ഫാനിൻ്റെ ഇടയ്ക്ക് വെച്ചുകൊണ്ട്. അപ്പോൾ ആ ചൂടിനൊരു കുറവുണ്ട് ഇവിടെ. അതായത് നല്ല ചൂടാണ്, പക്ഷേ നാട്ടിൽ അത്ര ഇല്ല കേസ്. നാട്ടിൽ ഞാൻ സൺബേണൊക്കെ അടിച്ചിട്ടാണ് വന്നത്. ആ ഒറങ്ങൂട്ടം വേറെ ലെവലാണ് കേസ്. അവനെൻ്റെ പറയാൻ കഴിയാത്ത സാധനങ്ങൾ സ്ഥലത്തൊക്കെ കയറി പിടിച്ചു. ഒരു നാണോ ഇല്ലാത്ത വൃത്തികെട്ടവൻ ചെറ്റ. അങ്ങനെ കേസ് 2-3 hours ഇവിടെ സ്പെൻഡ് ചെയ്തു. ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുവാണ്. ഇനിയിപ്പോൾ ഞാൻ പോകാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അത്യാവശ്യം വിശക്കുന്ന കേസ്. ഇന്നലെ ഫ്ലൈറ്റ് വെച്ച് കഴിച്ചതേ ഉള്ളൂ, പിന്നെ ഒരു ഭാഗം കഴിച്ചില്ല. ഇന്ന് രാവിലെ കഴിക്കാൻ ബ്രേക്ക്ഫാസ്റ്റ് ഹോട്ടലുണ്ടായിരുന്നു, പക്ഷേ ഞാൻ കഴിച്ചില്ല. ബിക്കോസ് കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് നടന്ന് ഇത്ര എക്സ്പ്ലോർ ചെയ്യാനൊക്കത്തില്ല. അപ്പോൾ വെയിലുള്ളതുകൊണ്ട് നമുക്കൊരു മോളുണ്ട്, ഇവിടെ ഒരു മോളുണ്ട്, ടെർമിനൽ 21 എന്നും പറഞ്ഞിട്ട്. ഇതൊക്കെ നമ്മൾ യൂട്യൂബിൽ കണ്ടുള്ള ഇൻഫർമേഷൻസാണ്. പിന്നെ നമ്മൾ ഓരോരുത്തരോട് ചോദിച്ചു. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ സ്ട്രീറ്റ് ഫുഡ് തന്നെ മോളിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് പാറ്റ, വഴുതാര, ഡോൾഫിൻ, ക്രോക്കഡൈലൊക്കെ നമുക്ക് വൈകിട്ട് കഴിക്കാം. ഇപ്പോൾ നമുക്ക് അങ്ങോട്ട് ചെന്ന് എന്തെങ്കിലും വയറ് കേടാകാത്ത രീതിയിൽ എന്തെങ്കിലും കഴിച്ചിട്ട് വരാം ഗൈസ്. നല്ല വിശപ്പ്. അപ്പോൾ ഇവിടുന്ന് അടുത്ത ഗ്രാബ് എടുക്കണം. നോക്കട്ടെ എന്താ ഓപ്പൺ. സഫാരി ടൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൈസ് ഇങ്ങനത്തെ ബസ്സിൽ നമ്മളെ കൊണ്ടുപോയി നമുക്ക് ആ വൈൽഡ് ആനിമൽസിനെയൊക്കെ നമുക്ക് അത്ര അടുത്ത് കാണാം. എനിക്ക് തോന്നുന്നു ഇത് ആനിമൽസിനെ കൊണ്ടുവരുന്ന വണ്ടിയാണെന്ന് തോന്നുന്നു. അപ്പോൾ ഞാനിപ്പോൾ ഒരു ഗ്രാബ് പറഞ്ഞിട്ടുണ്ട് ഗൈസ്. ഗ്രാബ് ഓൺ ദ വേ ആണ്. ഇനി അതേ കയറി നമുക്ക് ടെർമിനൽ 21 പോയി ഫുഡൊക്കെ കഴിച്ച് സെറ്റാകാം ഗൈസ്. നമ്മുടെ ഒരു ചേച്ചിയാണ് നമ്മുടെ ഗ്രാബ് ഡ്രൈവ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ടെർമിനൽ 21 ഈ ചേച്ചി പറഞ്ഞ അവിടെ സ്ട്രീറ്റ് ഫുഡുണ്ട്, ചീപ്പാന്ന് പറഞ്ഞു. ഓക്കെ, അവിടെ നിന്ന് കഴിക്കാം ഗൈസ്. What's your name? My name? 21 എന്ന് പറഞ്ഞിട്ടൊരു മോളിലാണുള്ളത്. ഇത്രയും നേരം വെളിയിലൊക്കെ നിന്ന് ഷാക്കിയിട്ടുണ്ട്. 2-3 hours ആ സഫാരി വേൾഡിൽ. പക്ഷേ അടിപൊളിയായിരുന്നു ഗൈസ്. ടൈം പോയത് അറിഞ്ഞേ ഇല്ല. പക്ഷേ ഒന്നും കഴിച്ചില്ല, അതുകൊണ്ടൊരു ചെറിയ വിഷമം. പിന്നെ ഞാൻ വിചാരിച്ചു ഇവിടെ ആകുമ്പോൾ എവിടെയെങ്കിലും കഴിക്കാൻ വേണ്ടി നമ്മളൊരു ഹോട്ടലിൽ കയറി കഴിഞ്ഞാൽ അത്രയും ടൈം വെറുതെ അങ്ങ് പോകും. എനിക്ക് അധികം ടൈം ഇല്ല, എനിക്ക് നാളെ രാവിലെയാണ് എൻ്റെ ഫ്ലൈറ്റ്. അപ്പോൾ മാക്സിമം ടൈം യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ടെർമിനൽ 21 എന്ന് പറയുന്ന മോളെന്ന് പറയുമ്പോൾ ഇതിനകത്ത് ഷോപ്പിംഗ് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനൊന്നുമില്ല. പക്ഷേ ഇതൊരു എയർപോർട്ടിൻ്റെ തീമിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഓരോ ഫ്ലോറും ഓരോ കൺട്രിയാണ്. ഇപ്പോൾ ഓരോ ഫ്ലോറും ഓരോ സൈഡും ഒക്കെ ഓരോ കൺട്രിയുടെ തീമിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇത് അത് ഈ മോളിൻ്റെ ഒരു വലിയൊരു ഇതൊന്നും ഞാൻ ചെയ്യാൻ പോകുന്നില്ല, വീഡിയോ ഒന്നും ചെയ്യുന്നില്ല. പക്ഷേ ഇതിൻ്റെ ഏറ്റവും ടോപ്പ് ഫ്ലോറിൽ ഇതുണ്ട്, ഫുഡ് കോർട്ടുണ്ട്. ഈ സ്ട്രീറ്റ് ഫുഡ് തന്നെ ഈ ഒരു മോളിനകത്ത് കിട്ടത്തക്ക രീതിയിൽ ഇവർ സെറ്റ് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം ആദ്യം. ഇത് ഫുൾ ഡെസേർട്ട്സ് ആണ് ഗൈസ്. ഹലോ. എവിടെ നോക്കിയാലും ഫുഡ് തന്നെയാണ്. പിന്നെ ഇതൊക്കെ സ്ട്രീറ്റിൽ കിട്ടുന്ന ഫുഡ് തന്നെയാണ്. പക്ഷേ ഈ സ്ട്രീറ്റിൽ അതേ ആ പ്രൈസിനും വലിയ വ്യത്യാസമൊന്നുമില്ല. പിന്നെ അതേ ഫുഡ് തന്നെ ഇവിടെ ഇവർ ഇൻസൈഡ് ദ മോൾ ചെയ്യുന്നതേ ഉള്ളൂ. വൈകിട്ട് എന്തായാലും നമുക്ക് സ്ട്രീറ്റ് ഫുഡ് കഴിക്കാൻ പോകണം കേസ്. ഇച്ചിരി പാറ്റയോ വഴുതാരയോ എല്ലാം കഴിച്ച് വൈകിട്ട് നമുക്ക് സെറ്റാക്കാം. പിന്നെ ബാക്കിയുണ്ടെങ്കിൽ ബാക്കി പാറ്റ ഫ്രൈ രാവിലെ കഴിക്കാമല്ലോ. പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് പിന്നെ ഫുഡ് കഴിക്കാൻ എങ്ങനെ നിർത്തണ്ട. പിന്നെ ഇവിടുത്തെ ഫുഡൊന്നും നമുക്ക് പിടിച്ചില്ലെങ്കിൽ അതിന് വേണ്ടി KFC, McDonald's ഒക്കെ ഉണ്ട് കേസ്. അപ്പോൾ അതൊന്നും ഫുഡ് ഓർത്ത് പേടിക്കണ്ട. ഈവൻ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സിന് ഇഷ്ടം പോലെ ഉണ്ട്, ഇഷ്ടം പോലെ. നമ്മൾ പിന്നെ ഇവിടെ വന്ന് ഇന്ത്യൻ ഫുഡ് കഴിക്കാൻ വേണ്ടിയല്ലല്ലോ. ഇപ്പോൾ നാട്ടിൽ നിന്ന് കൊണ്ട് വന്ന് ഇഷ്ടം പോലെ ഇന്ത്യൻ ഫുഡൊക്കെ നമ്മൾ കഴിച്ചു. ഇനി ഇവിടുത്തെ എന്തെങ്കിലും ഫുഡ് കഴിക്കണം, അതിനാണ് വന്നത്.
അതാണ് നമ്മുടെ വൈബ്. ഞാൻ അങ്ങനെ ഒരു കരിക്ക് പറഞ്ഞു, അതുപോലെ തന്നെ ഒരു എന്താ പൈനാപ്പിൾ ഫ്രൈഡ് റൈസും പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ നമുക്ക് കഴിക്കാനൊന്നും സാധനമൊന്നുമല്ല, അല്ലാതെ ഇവരുടെ ഒരു കുക്കിംഗ് ചിലപ്പോൾ നമുക്ക് പിടിച്ചൊന്നും വരത്തില്ല. ഇപ്പോൾ വെറുതെ കളയണ്ടെന്ന് വിചാരിച്ചുണ്ട്. കരിക്ക് എന്തായാലും എന്തോ ടേസ്റ്റ് ആകുന്നില്ല. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെയാണ് കരിക്ക്. നമ്മുടെ അവിടെ കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളവും ഇല്ല, അതിനകത്ത് വെള്ളമെന്ന് പറഞ്ഞ സാധനമില്ല. ഇത് എന്തോ സ്വീറ്റാണെന്നറിയുക, തമാശ പറഞ്ഞല്ല, കിട്ടില്ല സാധനം, ഒരു രക്ഷയില്ല. ഇനി നമ്മുടെ പൈനാപ്പിൾ ഫ്രൈഡ് റൈസ് കൂടെ ഒന്ന് വന്നോട്ടെ. റിഫ്രഷ്മെൻ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നും ചേർക്കണ്ട, ഇതിൻ്റെ ആ കരിക്കലിൻ്റെ ആ വെള്ളം മതി. സുഖം. അങ്ങനെ നമ്മുടെ ഫ്രൈഡ് റൈസ് വന്നു കഴിച്ചു. ഇതിന് ക്വാണ്ടിറ്റി കുറവാണ്, അതുകൊണ്ടാണ് ഇത് പറഞ്ഞത്. അല്ലെങ്കിൽ വേറെ ഒത്തിരി കഴിച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് നടക്കാൻ വയ്യാത്തൊരവസ്ഥയാവും. സെറ്റ്. അപ്പോൾ നമ്മുടെ ഫ്രൈഡ് റൈസും വന്നു, കരിക്കും വൈബ്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഫ്രൈഡ് റൈസ് ഒന്ന് കഴിച്ച് നോക്കാം ഗൈസ്. അധികം ക്വാണ്ടിറ്റി ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത് പറഞ്ഞത്. അല്ലേ പിന്നെ നമ്മൾ ഒത്തിരി കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഹോട്ടലിലോട്ട് ഇതിനും കിടന്ന് ഉറങ്ങത്തേ ഉള്ളൂ. കൊള്ളാം. ഇതിനങ്ങനെ വലിയ ഉപ്പും മുളകും ഒന്നുമില്ല ഗൈസ്. റൈസ് ഇതിലൊന്നും മസാലയൊന്നും പുരട്ടിയിട്ടൊന്നുമില്ല. അങ്ങനെ ഇത് ബോയിൽ ചെയ്ത് ഉണ്ടാക്കിയേക്കുന്നത് ഒരു ഹെൽത്തി വേർഷനായിരുന്നു. സംഭവം കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ആദ്യം വിചാരിച്ചത് ഇത് പ്രോപ്പർലി കുക്ക്ഡ് ആയിരിക്കത്തില്ലെന്ന്. പിന്നെ ഷ്രിമ്പ് ആണെങ്കിൽ നമുക്ക് കഴിക്കാമല്ലോ, അതുകൊണ്ട് ഇത് പറഞ്ഞ്. പക്ഷേ സംഭവം കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു രക്ഷയില്ലാതെ കഴിക്കുക, വേറെ ലെവൽ. നല്ല ഫുഡായിരുന്നു കേസ്. എനിക്ക് ഒരു മാംഗോ സ്റ്റിക്കി റൈസ് കൂടെ കഴിക്കണമെന്നുണ്ട്, പക്ഷേ എനിക്ക് കഴിച്ച് കഴിഞ്ഞാൽ ഫുള്ളായിപ്പോൾ. ഇത് ആക്ച്വലി ഒത്തിരി ഒരു ഹാപ്പനിങ് സ്ട്രീറ്റാണ്. ഇതിലൂടെ ഒന്ന് നടക്കണം, നമുക്ക് നടന്ന് എന്തൊക്കെയാണെന്നൊന്നും അറിയണമല്ലോ. ഇത് ആക്ച്വലി ഇത് ഒരു എന്താ പറയുക, ഒരു ഹൈ എൻഡ് സ്ട്രീറ്റാണ്. അതുപോലെ നൈറ്റൊക്കെ ഒരു ഹാപ്പനിങ് ആയിട്ടുള്ള സ്ട്രീറ്റ്. ഇപ്പോഴും ഭയങ്കര ആളാണ്, ഒരു രക്ഷയില്ല. ഇവിടുത്തെ ട്രാഫിക്കിൽ ആക്ച്വലി ഞങ്ങൾ മുമ്പേ ഞാൻ സഫാരി വേൾഡിൽ നിന്ന് വരുന്ന വഴിക്ക് ഗ്രാബിൽ നല്ല രീതിയിൽ പെട്ടുപോയി. ഒരു 1.5 hours നമ്മൾ ട്രാഫിക്കിൽ പെട്ടുപോയി, എല്ലാം കൂടെ. അപ്പോൾ ഇനി നമുക്ക് ഒന്നിറങ്ങിയാണ്. കേസങ്ങനെ സ്ട്രീറ്റിൽ കൂടെ ഒരു വാക്കൊക്കെ കഴിഞ്ഞു. ഇനി ഞാൻ തിരിച്ച് ഹോട്ടലിൽ പോവാണ്. ഒന്ന് പോയി ഫ്രഷ് ആയിട്ട് നമുക്ക് പിന്നെ വൈകിട്ട് ഇറങ്ങാം. സ്ട്രീറ്റിൽ കൂടെ ഉള്ളത് ഞാൻ ഇപ്പോൾ എടുത്തില്ല, ബിക്കോസ് വൈകിട്ട് ആയാലും നമ്മൾ ഇറങ്ങുന്നുണ്ടല്ലോ, അന്നേരം ഞാൻ വീഡിയോ എടുക്കാം. ഇപ്പോൾ ഒരു ഗ്രാബിൽ നിന്നൊരു ബൈക്ക് ടാക്സി ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട് കേസ്. അത് സെറ്റായിരിക്കും, നമുക്കൊന്ന് നോക്കാം എങ്ങനെ ഉണ്ടത്. ഞാൻ ബൈക്ക് ടാക്സി രാവിലെ തൊട്ട് നോക്കുന്നുണ്ട്, പക്ഷേ അത് എനിക്ക് അറിയത്തില്ല അതെങ്ങനെ എടുക്കുന്നത്. ഇപ്പോൾ സെറ്റായി. അപ്പോൾ ബൈക്ക് ടാക്സി ആയിരിക്കും ഇച്ചിരി കൂടെ നല്ലത്, ബിക്കോസ് ഈ ട്രാഫിക്കിൽ നമുക്ക് ബൈക്ക് ടാക്സി ആയിരിക്കും നല്ലത്. അഫോർഡബിളും ബൈക്ക് ടാക്സി തന്നെയാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടോ നോക്കാം. ആ ഒരു എക്സ്പീരിയൻസ് വേറെ തന്നെ വരും.
കേസ് അങ്ങനെ നമ്മൾ ബാങ്കോക്ക് വരെ വന്നിട്ട് ഇവിടുത്തെ ഒരു നൈറ്റ് മാർക്കറ്റ് വിസിറ്റ് ചെയ്തില്ലെങ്കിൽ അത് കംപ്ലീറ്റ് അല്ലല്ലോ. അപ്പോൾ ഒരു നൈറ്റ് മാർക്കറ്റ് വിസിറ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. ഇവിടെ സുവനിയേഴ്സ് ഉണ്ട്. ഒരു സുവനിയർ മേടിച്ചാൽ ഇതെല്ലാം സുവനിയേഴ്സ് വിൽക്കുന്ന കടകളാണ് കേസ്. ഇതൊക്കെ നമുക്ക് കഴിക്കാനൊക്കുന്ന സാധനങ്ങളാണ് കേസ്. ഷ്രിമ്പ്, ഫിഷ്, പാറ്റ ഫ്രൈ ഒക്കെയാണ് ഞാൻ നോക്കുന്നത്. പക്ഷേ ഇതുവരെ കണ്ടില്ല. പാറ്റ, പഴുതാര, തേള്, ആ ഐറ്റംസാണ്. ഇത് ദൂരിയാൻ കേസ്. ദൂരിയാൻ നമുക്ക് ഹോട്ടലിലൊന്നും കൊണ്ടുവരില്ലെന്ന് പ്രത്യേകം അവർ നമ്മളെ കൊണ്ട് എഴുതി സൈൻ മേടിച്ചിട്ടുണ്ട്. ഇവിടെ ആക്ച്വലി മാംഗോ സ്റ്റിക്കി റൈസ് ഉണ്ട്. ഇതെല്ലാം ബീഫ് അങ്ങനത്തെ ഐറ്റംസൊക്കെ ആയിട്ട്. നമ്മളിതുവരെ മറ്റേ വിയർഡ് കോമ്പിനേഷൻ ഒന്നും കണ്ടില്ല ഗൈസ്. പാറ്റ, പഴുതാര ഐറ്റംസ് ഒന്നും. Hello, hello. Tôi nhà mình Pad Thai. Alan no có. ഞാനൊരല്പം ലേറ്റായിട്ട് ഇറങ്ങിയത്. ബിക്കോസ് ഞാൻ മുമ്പേ അത് കഴിഞ്ഞ് റൂമിൽ ചെന്ന് കിടന്ന് ഇച്ചിരി ഒന്ന് ഉറങ്ങിപ്പോയി. അതുകൊണ്ട് കടകളൊക്കെ ഓൾമോസ്റ്റ് ക്ലോസ് ആയി വരുന്നു. അപ്പോൾ എനിക്ക് 12:30 വരെ എങ്ങാണ്ടേ ഉള്ളൂ ഈ നൈറ്റ് മാർക്കറ്റ്. ഇതെല്ലാം ലോബ്സ്റ്റേഴ്സാണ് ഗൈസ്. കിട്ടില്ല, നല്ല ഫ്രഷ് ലോബ്സ്റ്റേഴ്സ്. ഈ ചെറിയ ഫിഷിനെയൊക്കെ ഇവർ ജീവനോടെ തന്നെ കഴിക്കും ഗൈസ്. എന്താ കോമ്പിനേഷൻ അല്ലേ. പിന്നെ അതിൻ്റെ പുറകെ അത് കഴിക്കുന്നതിൻ്റെ കൂടെ തന്നെ ഇച്ചിരി ഉപ്പും മുളകും കൂടെ അങ്ങ് വേറെ ആയിട്ട് കഴിക്കും. അപ്പോൾ അങ്ങ് സെറ്റായി. അപ്പോൾ ഈ മാർക്കറ്റിലെ ഷോപ്സൊക്കെ ഒരുമാതിരി ക്ലോസ് ആകാറായി ഗൈസ്. ഓൾമോസ്റ്റ് 12 o'clock ആയി. 12 o'clock വരെ എങ്ങാണ്ടേ ഉള്ളൂ ഈ മാർക്കറ്റ്. ഞാനൊന്നും വാങ്ങിച്ചില്ല. ഇപ്പോൾ ഒരു പാറ്റയും പഴുതാരിയും ഒന്നും കഴിക്കാൻ പറ്റിയ ഒരു മൂഡിലല്ല. അതുകൊണ്ട് ഇത് കഴിക്കുന്നില്ല. നമുക്ക് നെക്സ്റ്റ് ടൈം ട്രൈ ചെയ്യാം. അപ്പോൾ നമ്മൾ ഇവിടുന്ന് വിടുന്നു ഗൈസ്. പറ്റുവാണെങ്കിൽ ടുക്ടുക്കയിലും കൂടെ ഒന്ന് കയറണമെന്ന്. ഈ കാണുന്ന വണ്ടിയാണ് ഗൈസ് ടുക്ടുക്ക്. നമ്മുടെ ഓട്ടോയുടെ ഒരു വേറൊരു വേർഷനാണ്. പക്ഷേ ഇത് ചുമ്മാ ചാടി ഇതിലോട്ട് കയറുന്നത് നല്ലതല്ല. കാരണം ഇവന്മാർ സ്കാമിൻ്റെ ഉസ്താദുകളാണ്. ഇവന്മാർ നമ്മളെ കൊണ്ട് കയറ്റും. പിന്നെ അവിടെ ചെന്നിറങ്ങുന്നുണ്ട് ഇവന്മാർ പറയും ഇത്ര എന്താ 100 രൂപ. അതുകൊണ്ട് നേരത്തെ ഇവർ ക്യാഷ് പറഞ്ഞ് സെറ്റാക്കിയിട്ട് വേണം ഇതൊക്കെ കയറാൻ. അല്ല ഏറ്റവും നല്ല ഗ്രാബ് തന്നെ. ബിക്കോസ് നമ്മുടെ നമുക്ക് നേരത്തെ അറിയാനൊക്കെ എത്ര ആണെന്നുള്ളത്. സ്കാമെന്ന് പറഞ്ഞ് നിർത്തിയില്ല. ഞാൻ അമ്മാരിൽ ഒരുത്തരോട് ഞാൻ ചോദിച്ചു, ഇവിടെ അടുത്തൊരിടത്ത് തന്നെ കൊണ്ട് ഡ്രോപ്പ് ചെയ്യാമെന്ന് ചോദിച്ചു. അമ്മാർ 300 ബാത്ത് പറഞ്ഞു. അതേ സ്ഥലത്ത് നമ്മൾ ഗ്രാബ് വെച്ച് പോവുകയാണെങ്കിൽ ലെസ് ദാൻ 100 ബാത്തേ ആകത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇതിൽ കയറുന്ന സൂക്ഷിച്ചാണ്. ഇവന്മാർ ഫുൾ സ്കാമിൻ്റെ ആളുകളാണ്. പിന്നെ ഇവന്മാർ നമ്മളെ ഷോപ്പിങ്ങിന് കൊണ്ടുപോകും, അവിടെ കൊണ്ടുപോകാം എന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തരത്ത് കൊണ്ടുപോയി. കാരണം ഇവരുമായിട്ട് ടൈപ്പുള്ള കുറേ കടകളുണ്ട്. അപ്പോൾ കൂടുതൽ ഇവരുമായിട്ട് മിങ്കിൾ ചെയ്യാതിരിക്കും. പിന്നെ ഒരു എക്സ്പീരിയൻസിന് വേണ്ടി കയറാം. ചെറിയൊരു ട്രിപ്പ് എടുക്കുന്നത് നല്ലതാണ്.